ഇപ്പോൾ സോൾട്ട് റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 300-ൽ പരം രുചി വിഭവങ്ങൾ. ആസ്വദിച്ചു കഴിക്കൂ, ആഘോഷിച്ചു കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, തോപ്പുംപടി ആൻഡ് കാക്കനാട്. പള്ളുരുത്തി സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥിനെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്നില്ല. സ്കൂളിന്റെ നിയമമാണെന്ന് PTA. പള്ളുരുത്തിയിലെ സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥിനിയെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് വിവാദമുയർന്നു. മതപരമായ ആചാരപ്രകാരമാണ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചതെന്ന് രക്ഷിതാക്കൾ വ്യക്തമാക്കിയപ്പോൾ സ്കൂൾ യൂണിഫോം കോഡിന് വിരുദ്ധമാണെന്ന് സ്കൂൾ PTAയും വ്യക്തമാക്കി. സ്കൂളിനകത്ത് ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്തത് സ്ഥാപനത്തിന്റെ യൂണിഫോം നയത്തിന്റെ ഭാഗമാണെന്നും എല്ലാ വിദ്യാർത്ഥികളും ഈ നിയമം പാലിക്കുന്നുണ്ടെന്നും സ്കൂൾ PTA പ്രതിനിധികൾ പറഞ്ഞു. ക്വാളിറ്റി മനസ്സിലാക്കി ആദ്യം പരാജയപ്പെട്ടെങ്കിലും ഞങ്ങളൊരു ഉറപ്പ് കൊടുത്തു. ഈ കുട്ടിയെ നല്ല ഉന്നത നിലയിലേക്ക് ഈ സ്ഥാപനം പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരാം, പിന്നോക്ക അവസ്ഥയിൽ നിന്ന് മുന്നോക്ക അവസ്ഥയിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി ഇവിടെ വന്നു. പ്രവേശനം നേടുന്ന അവസരത്തിൽ ഈ സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാമെന്ന് എഴുതി ഒപ്പിട്ട് തരികയും കൃത്യമായിട്ട് അക്കമിട്ട് ഓരോ റൂൾസ് എന്തൊക്കെയാണ് വയലേഷൻ ചെയ്യാൻ പാടില്ല, കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഇത് എല്ലാ മത സമൂഹത്തിലും പെടുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേ യൂണിഫോമും ഒരേ മാതൃകയുമാണ് നമ്മൾ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. അത് പാലിക്കുക എന്നുള്ള ഉറപ്പിൽ ആ കുട്ടിയോടെ പഠിപ്പിക്കുകയും ആദ്യ ദിവസം കുട്ടി വന്നപ്പോൾ തന്നെ ഹിജാബ് അതെല്ലാം വയലേഷൻ, യൂണിഫോം വയലേഷൻ ഉണ്ടായത് ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് അവർ മാറ്റാമെന്ന് അറിയിക്കുകയും വീണ്ടും പിറ്റേ ദിവസം ഇതുപോലെ വന്നപ്പോൾ മാതാപിതാക്കളെ വിളിച്ച് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി ഞങ്ങളുടെ ബൈലോയൊക്കെ കാണിച്ചു കൊടുത്താണ് ഇവിടുന്ന് വിട്ടത്. അതിനുശേഷം ഒരു കുഴപ്പമില്ലാതെ 4 മാസം ഈ 4 മാസക്കാലം കൃത്യമായിട്ട് കുട്ടി പഠിക്കുകയും കുട്ടിയുടെ വിദ്യാഭ്യാസം നല്ല രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവരുടെ കഴിവ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സ്കൂളിൽ സാധിച്ചു. എന്നാൽ ഈ കഴിഞ്ഞ മിനിഞ്ഞാമല്ലേ അത് നമുക്ക് ആർട്സ് ഡേയുടെ അന്ന് ഈ കുട്ടി വീണ്ടും ആവേശം ഹിജാബ് ധരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഇവിടെ വരികയും അത് മാനേജ്മെൻറ്റ് PTAയും കൃത്യമായിട്ട് അവരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സ്കൂളിൽ വിദ്യാർത്ഥികളെ ചേർത്തുമ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാറുണ്ടെന്നും ഇത് രക്ഷിതാക്കൾ അംഗീകരിക്കാറുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു വിഷയം ഇവിടെ യൂണിഫോം നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കഴിഞ്ഞ 4 മാസക്കാലം കുട്ടി എങ്ങനെയാണോ ഇവിടെ പഠിച്ചത് അതുപോലെ തുടരാനായിട്ട് ഞങ്ങൾ രക്ഷിതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. രക്ഷിതാവ് എഗ്രി ചെയ്യുകയും 1.5 മണിക്കൂറിനുള്ളിൽ ഈ വിഷയത്തിൽ PTA പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ നമ്പർ വാങ്ങിക്കുകയും ആ നമ്പറിൽ വിളിച്ച് അറിയിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടും വന്നില്ല. ഇന്നലെയും സ്കൂളിൽ കുട്ടി വന്നില്ല. അപ്പോൾ അതിനെ തുടർന്ന് ഇന്ന് വളരെ വൈകിയ കുട്ടി ഇതേ വേഷത്തിൽ വന്നപ്പോൾ മാനേജ്മെൻറ്റും സ്കൂളും PTA കൃത്യമായിട്ട് ആ കുട്ടിയോട് കാര്യം പറയുകയും കുട്ടിയുടെ രക്ഷാകർത്താക്കളെ നമ്മളവർ വിളിച്ച് കൃത്യമായിട്ട് നമ്മളവരോട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇവർ രക്ഷാകർത്താക്കൾ വന്നത് ഒരു കൂട്ടം ആളുകളുമായിട്ടാണ്. അവൾ സ്കൂളിൻ്റെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. സ്കൂളിലെ കുട്ടികൾ ഭയപ്പെട്ടു. PKG കുട്ടികൾ കടന്നു വരുന്ന ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബഹളങ്ങളും ഒക്കെയായി ഈ അധ്യയനം മുടങ്ങുന്ന രീതിയിലേക്കുള്ള ബഹളങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ഇത് നിയമത്തിനോടും അല്ലെങ്കിൽ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ രക്ഷകർത്താക്കൾ പ്രതിഷേധവുമായി എത്തി. പോലീസ് അംഗങ്ങളുണ്ട്, അവരുടെ PTA അംഗങ്ങളുണ്ട്. പക്ഷേ HM നമ്മൾ സംസാരിക്കുന്ന വിവേചനം രീതിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ HM പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളോട് നന്നായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെയാണ് HM ചോദിച്ചത് ഇത് വിവേചനമല്ലേ? ഇന്ത്യൻ ഭരണത്തിനനുസരിച്ച് ഡ്രസ് കോഡ് നമുക്ക് യൂസ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഞാൻ എന്നിട്ടും അവരോട് ചോദിക്കേണ്ടത് ഈ തട്ടങ്ങളൊന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? അവരതൊന്നും പറയാൻ മറുപടി തരാതെ അവർ തിരിച്ചകത്തേക്ക് പോയി ഞങ്ങളെ വിളിച്ചിട്ട് പുറത്തുനിന്നാണ് സംസാരിക്കുന്നത്. അവർക്കൊരു കാരണവശാലും ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള അവരിത് കാണിക്കുന്നില്ല, അവരൊരു പ്രോട്ടോക്കോൾ കാണിക്കുന്നില്ല. അതുമല്ല അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു HMയോട് നിങ്ങൾ എന്തായാലും ഹിജാബ് ഉപയോഗിച്ചു. തുടർന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. എന്നാൽ മേലധികാരികളുടെ അനുവാദമില്ലാതെ പ്രതികരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. സംഭവത്തിൽ PTAയും കുട്ടിയുടെ രക്ഷിതാക്കളും പരാതിപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഗേറ്റിൽ കുറച്ച് നീങ്ങിയിട്ട് ടീച്ചേഴ്സ് ഷോൾ ഉരിച്ചിട്ട് ക്ലാസ്സിൽ കയറുള്ളൂ, അല്ലാണ്ട് ഷോൾ ഊരാണ്ട് കയറാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞത് ക്ലാസ്സിൽ നിന്ന് ഉരിപ്പിച്ചിട്ടാണ് ഇറക്കിയത്. പിന്നെ ടീച്ചേഴ്സ് ഈ അനാവശ്യമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു, വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞു, അങ്ങനെ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഈ അഹങ്കാരികളോട് 3-4 തവണ വിളിക്കണത്. അതാണ്
ഞാൻ ഒന്നും പറയാറില്ല. എല്ലാ പിള്ളേരും പറയണത് ഈ മിസ് ഇങ്ങനെയാണ് പറയണതെന്നാണ്. എനിക്ക് ഷോൾ ഇടാന്നുണ്ടെങ്കിൽ ന്യൂസ് ബ്യൂറോ പള്ളുരുച്ചി.